ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അയൽപ്പക്കം എന്ന ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. ഇത് എഴുതിയത് ഡോക്ടർ സുകുമാർ അഴീക്കോടാണ്. ഇദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്, സാഹിത്യ വിമർശകനാണ്, ഒരു ക്രിറ്റിസിസം ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാം സുകുമാർ അഴീക്കോട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അയൽപ്പക്കം എന്ന ഉപനിഷത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് അദ്ദേഹം സെലക്ട് ചെയ്യാൻ കാരണം ഒരു പക്ഷേ ഉണ്ടാവുക? നിങ്ങൾ ആലോചിക്കൂ. അതായത് അയൽപ്പക്കം ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ അയൽപ്പക്കം അല്ലെങ്കിൽ നമ്മുടെ നൈബർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പൊതുവെ നമ്മൾ പറയുന്നത്. കാരണം എല്ലാവരും തിരക്കുള്ള ലൈഫാണ്. രാവിലെ ജോലിക്ക് പോവുക, കുട്ടികളെ നോക്കുക, ഫ്യൂച്ചറിലേക്ക് പിന്നെ നമ്മളെ ഫ്യൂച്ചർ എന്താക്കുക സേഫ് ആക്കാൻ പറ്റുന്ന നെട്ടോട്ടപ്പാച്ചിലാണ് മനുഷ്യർ. അവർക്ക് അയൽപ്പക്കത്തേക്ക് നോക്കാനോ അയൽപ്പക്കത്തേക്ക് പോവാനോ ഒന്നിനും സമയമില്ല. അവരോട് സംസാരിക്കാനും അങ്ങനത്തെ ഒന്നിനും സമയമില്ല എന്നാണ് ഈ ഒരു ഇതിലൂടെ പറയുന്നത്. കാരണം ഇതിൽ ഈ ഒരു പാഠഭാഗത്തിൽ സുകുമാർ അഴീക്കോട് പറയുന്നത് അയൽപ്പക്കത്തെ എത്രത്തോളം, ചോദ്യം കണ്ടോ, നല്ലൊരു അയൽപ്പക്കത്തിന്റെ ആവശ്യകത എന്ത് എന്നാണ് ഒരു ചോദ്യം. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ചോദ്യം വായിച്ച് നമുക്ക് ആൻസർ ബേസ് പോകാം, എന്നാൽ കണ്ടന്റും നമുക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യും, കഥ മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, നല്ലൊരു അയൽപ്പക്കത്തിന്റെ ആവശ്യകത എന്ത്? എന്താ നല്ലൊരു അയൽപ്പക്കത്തിന്റെ ആവശ്യകത? പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വന്നാൽ ഓടിച്ചെല്ലേണ്ടത് എവിടെയാണ്? നമ്മുടെ അയൽപ്പക്കത്താണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ത്, നമ്മുടെ യേശു ക്രിസ്തു അല്ലെ, ക്രിസ്ത്യൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അയൽക്കാരനെയും സ്നേഹിക്കുക, നമ്മളെപ്പോലെ നമ്മൾ അയൽക്കാരനെയും സ്നേഹിക്കുക. നമ്മളെ ഈ ക്രിസ്ത്യൻ്റെ ചർച്ചിൻ്റെ മതിൽമിലൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലെ. പൊതുവേ നമുക്കറിയാം. അപ്പോൾ അയൽക്കാരനെ സ്നേഹിക്കാൻ എന്തുകൊണ്ടാവും ക്രിസ്തു തന്നെ നമ്മളോട് പറഞ്ഞത്? കാരണം പെട്ടെന്നൊരു ആവശ്യം വന്നാലോ ഒരു ആക്സിഡൻറ്റോ അങ്ങനെ എന്തേ വന്നാലോ നമുക്കൊരു ദൂരെ നിന്നുള്ള ബന്ധുക്കളെക്കാൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്നൊക്കെ മലയാളത്തിൽ പറയാം, ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആവുക ആരാണ്? തൊട്ടടുത്ത അയൽപ്പക്കക്കാരാണ്. കഥകളിൽ അയൽപ്പക്കവും അയൽപ്പക്കക്കാരും നമ്മളുടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മിസ് വായിക്കാട്ടോ, ഈ ജസ്റ്റ് ഈ അയൽപ്പക്കം എന്ന ഉപനിഷത്ത് എന്നുള്ള ഒരു പാഠഭാഗം മിസ് ഒന്ന് വായിക്കാണ്. കഥകളിൽ അയൽപ്പക്കവും അയൽപ്പക്കക്കാരും ധാരാളം ചിത്രീകരിക്കപ്പെട്ടിട്ടെങ്കിലും ആത്മകഥകളിൽ അവയ്ക്ക് ഇത്ര വലിയ സ്ഥാനം കിട്ടിയിട്ടൊന്നും കരുതുന്നില്ല. അതായത് ടോൾസ്റ്റോയ്, ഷേക്സ്പിയർ, നിങ്ങൾ അറിയുന്ന രണ്ടാൾക്കാരാണ്. ആര്? ടോൾസ്റ്റോയ് ആൻഡ് ഷേക്സ്പിയർ. ഇവരെന്താ, രാജാക്കന്മാർക്ക് അയൽപ്പക്കം ഇല്ലല്ലോ എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു മഹാത്മാക്കൾക്കും ആചാര്യന്മാർക്കും അയൽക്കാരാണ് എല്ലാവരും. ക്രിസ്തുദേവൻ പ്രസംഗിച്ചപ്പോൾ അയൽപ്പക്കം സ്വന്തം വീടായി കരുതണമെന്നാണ് ക്രിസ്തുദേവൻ തൻ്റെ സഹചാരികളോട് പറഞ്ഞത്. ലോകമേ തറവാട് എന്ന് ആരും മഹാകവി വെള്ളത്തോളും പാടിയിട്ടുണ്ട്. ലോകമേ തറവാട്. ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കുന്നത്? അയൽക്കാരുടെ പ്രാധാന്യമാണ് പറയുന്നത്. ഉപനിഷത്തുകളെ പറ്റി നമ്മൾക്കറിയാമെങ്കിലും അഗാധമായതിൻ്റെ ഗർത്തത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആപ്തയുടെ നിഘണ്ടുവിൽ അയൽവീട് എന്നൊരർത്ഥം, ആപ്തയുടെ മഹാവാക്യം നമ്മൾ കേട്ടു, അതിലും പരാമർശിച്ചിട്ടുണ്ട് അയൽവീട്. ഓക്കെ, പക്ഷെ ഇന്ന് വിരോധം തുടങ്ങുന്ന അയൽപ്പക്കത്തു നിന്നാണ്. ഞാനൊക്കെ കുട്ടിയായി, അതായത് സുകുമാർ അഴീക്കോട് കുട്ടിയായിരുന്ന കാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ അയൽപ്പക്കത്തിൻ്റെ ഒളി തന്നെ പരന്നിരുന്നു. അടുത്ത പറമ്പുകളിലെല്ലാം പുരയിടം എന്ന് ആൾക്കാർ മറ്റൊരു ഉറപ്പ് എന്നത് പ്രയോഗം. ഞങ്ങൾ ആദ്യം പാർത്ത വീടിൻ്റെ പിന്നെ ഞങ്ങൾ സ്വന്തമായ പൂതപ്പ്. അതായത് സുകുമാർ അഴീക്കോട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു വീടുണ്ടാവും. ആ വീടിന് കുറേ എന്തുണ്ടാവും, തൊടി ഉണ്ടാവും. തൊടി മീൻസ് പറമ്പുണ്ടാവും. ആ ഒരു പറമ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത വീട് വരിക. അപ്പോൾ ഈ പറമ്പിൽ മാങ്ങ ചക്കയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികളെല്ലാം, അയൽപക്കത്തുള്ള കുട്ടികളെല്ലാവരും കൂടി ഈ പറമ്പ് മൊത്തം നടക്കും. എന്നിട്ട് ഇവർ തമ്മിൽ എന്തൊക്കെ പെറുക്കി തിന്നും, ചാമ്പക്ക. സുകുമാർ അഴീക്കോടിൻ്റെ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ആ ഒരു കാലഘട്ടം അങ്ങനെ പറമ്പിലൂടെ നടന്ന് എല്ലാം തിന്ന് അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. ഇപ്പം മിസ്സിൻ്റെ പറയുന്നത്, മിസ്സിൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മളെ മിസ്സിൻ്റെ വീടിൻ്റെ പറമ്പിലൂടെ കുട്ടികളൊക്കെ നടന്ന് അത് ഓർമ്മ വരിക കേട്ടോ. പറങ്കിമാവെന്ന് പറങ്കി മാങ്ങ ഉണ്ടാവും. അതിൻ്റെ പറങ്കിമാങ്ങൻ്റെ ഒരു അണ്ടിയുടെ അതൊക്കെ ചുട്ട് തിന്ന് നമ്മളൊക്കെ മിസ്സിൻ്റെ ഒരു കുട്ടിക്കാലമൊക്കെ അങ്ങനെയല്ലോ. നല്ല അയൽവാസികളും നല്ല അയൽബന്ധങ്ങളും ഇപ്പോഴും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ പൊതുവെ പട്ടണങ്ങളിലേക്കൊക്കെ ബിസി ലൈഫ്, ഫ്ലാറ്റുകളിലാണ് അല്ലേ. ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള അറിയുന്നില്ല. അയൽവക്കക്കാരുടെ ആരാ എന്താണെന്ന് അറിയില്ല. എല്ലാവരും ജോലിക്കാരാണ്, ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അവർ പെട്ടെന്ന് അവരുടെ ജോലി കഴിഞ്ഞ് വരുന്ന കുട്ടികളെ നോക്കുന്നു. പ്രത്യേകിച്ച് അവർക്ക് അയൽവാസികളോട് സംസാരിക്കാൻ സമയമില്ല അല്ലേ. വർക്ക് ഫ്രം ഹോം ഒക്കെ ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗമാണ്. അയലത്തെ വീടുകളില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പരിസ്ഥിതി എന്തായിരുന്നെന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകാൻ സുകുമാർ അഴീക്കോട് ചിന്തിക്കുകയാണ്. അയൽ വീട് എന്നൊരു കൺസെപ്റ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ കാരണം എന്താക്കുമായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. കാരണം അയൽവാസികൾ പണ്ടൊക്കെ എന്താണ്,
അച്ഛനും അമ്മയും എവിടെയൊക്കെ വിരുന്നിന് പോവുകയാണെങ്കിൽ സ്വന്തം വീട്ടിലെ കുട്ടികളോട് പറയും അയൽവാസികളെ ഏൽപ്പിച്ചിട്ടാണ് പോകുക അല്ലേ? ഇപ്പോഴങ്ങനെ നടക്കുമോ? അയൽപക്കത്ത് കുട്ടികളെ ഏൽപ്പിച്ച് പോയാൽ ഇപ്പോഴൊക്കെ പീഡനങ്ങളും മറ്റും നടക്കുന്നത്. അതുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളെ, പ്രത്യേകിച്ചും മുതിർന്ന പ്രായപൂർത്തിയായ പെൺകുട്ടികളെ നമ്മൾ അയൽവാസികളുടെ അടുത്തൊന്നും ആക്കി ഇപ്പം അങ്ങനെ പോവില്ല. അച്ഛനമ്മ പാരൻസിനൊക്കെ പേടിയാണ്. ഈ ഒരു കാലഘട്ടം അങ്ങനെയാണ്. പക്ഷേ പണ്ട് കാലഘട്ടത്തിൽ അയൽവാസികളൊക്കെ ഭയങ്കര ഇഷ്ടവും സഹകരണവും, ഇവിടെ ചോറില്ലെങ്കിൽ അപ്പുറത്ത് പോയി എടുക്കുന്നു, കറി ഇല്ലെങ്കിൽ അപ്പുറത്ത് പോയി എടുക്കുന്നു, ഇവർക്ക് അപ്പുറത്ത് അങ്ങനെ തൊട്ട അയൽവാസികളോട് പ്രത്യേക സ്വന്തം വീടെന്നതുപോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് സുകുമാർ അഴീക്കോട് ഇതിലൂടെ പറയുന്നു. കൂടാതെ പിന്നെന്താണ്, മുതിർന്നവർ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന ഷേക്സ്പിയർ നാടകത്തിലും അല്ലേ ഇവർ കുറേ എക്സാമ്പിൾ ഇതിലൂടെ പറയുന്നുണ്ട്. നല്ലൊരു അയൽപ്പക്കത്തിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും ചുരുങ്ങിയ വാക്കുകളിലൂടെ ഈ ഒരു അയൽപ്പക്കം എന്ന ഉപനിഷത്ത് തന്നെ എന്താ, നമ്മുടെ ഇതിഹാസ ഉപനിഷത്ത് വലിയ സംഭവമാണ്. അപ്പം അതിൽ ഉപനിഷത്ത് പോലെ അത്രക്കും ഇമ്പോർട്ടൻസ് ആണ് അയൽപ്പക്കം എന്നാണ് സുകുമാർ അഴീക്കോട് നമ്മുടെ ഒരു കഥയിലൂടെ പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് എന്താ, നമ്മൾ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഉപദേശം കുട്ടികൾക്ക് എന്നതിലേറെ വേണ്ടത് മുതിർന്നവർക്കാണ് നൽകുന്ന ഉപദേശം എന്താണ്? മിസ് ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? എന്താ ക്വസ്റ്റ്യൻ? മുതിർന്നവർക്ക് നൽകുന്നതിനുള്ള മുതിർന്നവർക്ക് പിന്നെ ഈ ഉപദേശം നൽകാൻ എന്താ കാരണം? അല്ലെങ്കിൽ മുതിർന്നവർക്ക് നൽകുന്ന ഉപദേശം എന്താണ്? അല്ലെ, രണ്ട് ഉപദേശം ഉണ്ട് അല്ലേ? ഉപദേശം എന്താ നൽകുന്നത്? കുട്ടികളെ എന്ത് ചെയ്യുക, അയൽപ്പക്കക്കാരെ കൂടി സ്നേഹിക്കാൻ പഠിപ്പിക്കുക അല്ലേ? മുതിർന്നവർ തമ്മിൽ എന്ത് ചെയ്യുക, കലഹം, മുതിർന്നവരാണ് അയൽപ്പക്കത്തുള്ള മുതിർന്നവർ തമ്മിലാണ് കലഹം ഉണ്ടാവുക. അപ്പം അതൊന്നും ഉണ്ടാവാൻ പാടില്ല. കുട്ടികളെയും പരസ്പരം, അയൽവാസിയുള്ള കുട്ടികളെയും നമ്മളെ കുട്ടികളെയൊക്കെ നല്ല സഹകരണത്തോടു കൂടി വളർത്തുക. ഇനിയിപ്പോൾ രാഷ്ട്രങ്ങൾ, ഇന്ത്യൻ നയം ഇതിൽ പറയുന്നുണ്ട് പിന്നെ നല്ലൊരു അയൽപ്പക്കത്തിൻ്റെ ആവശ്യകത, അത് മിസ് പറഞ്ഞു. നെക്സ്റ്റ് ഇന്ത്യൻ നയത്തിൻ്റെയും പറയുന്നുണ്ട്. ഒരു രാജ്യം, ആ രാജ്യം അയൽനാടുകളായിട്ട് ഒരു വീടാവുമ്പോൾ അയൽവാസികളായിട്ട് അത്രയും നന്നായൊരു ബന്ധം വേണമെന്നാണ് സുകുമാർ അഴീക്കോട് പറയുന്നത്. അതേപോലെ ഒരു രാജ്യം, ആ രാജ്യത്തിന് അയൽ രാജ്യവുമായി നല്ല ബന്ധം വേണം, എന്നാലേ ആ ഒരു രാജ്യത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന് പറയുന്നു അല്ലെ? നമ്മുടെ അയൽ സംസ്ഥാനം ചൈനയല്ലേ, ഇന്ത്യ ചൈന. അതേപോലെ പിന്നെ ഇതിൽ പറയുന്ന മിസ് ഒന്ന് വായിക്കുക, ലാസ്റ്റ് പാരഗ്രാഫ് എന്താ പറയുന്നത്? സ്നേഹിക്കുക എന്ന ഉപദേശം കുട്ടികൾക്ക് എന്നതിനെ വേണ്ടത് മുതിർന്നവർക്കാണ്. രാഷ്ട്രങ്ങളിലായാലും അയൽപ്പക്ക വേദാന്തം അനുസരിച്ചില്ലെങ്കിൽ സ്വസ്ഥ ജീവിതം നശിക്കും. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വലിയൊരു ദൗർബല്യം അയൽനാട് ഇപ്പോൾ നമ്മുടെ നയതന്ത്ര നമ്മൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ലേഖകൻ അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഒരു പരാജയം എന്താണ്? നമുക്ക് തൊട്ട അയൽനാടുകളോട് നല്ലോണം പോലെ പോകാൻ പറ്റുന്നില്ല എന്നാണ് സുകുമാർ അഴീക്കോട് ഈ ഒരു അയൽപ്പക്കം എന്ന ഉപനിഷത്ത് എന്നതിലൂടെ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പുകമറ. ഈ ഒരു നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരുന്ന ചിത്രമുണ്ട്. പുകമറയ്ക്കപ്പുറം എഴുതിയത് ആരാണ്? ഡോക്ടർ VP ഗംഗാധരൻ സാറ് എഴുതിയതാണ്. എന്ത്? പുകമറയ്ക്കപ്പുറം. അപ്പോൾ അതിൽ സിഗരറ്റിൻ്റെ ഒരു ഫോട്ടോ കാട്ടുന്നത്. അപ്പോൾ സിഗരറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് നമ്മൾ എവിടെ കാണലുണ്ട്? സിനിമയിലും അല്ലെങ്കിൽ TV പ്രോഗ്രാം അല്ലേ? നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്ത് പ്രോഗ്രാം, TV എടുക്കട്ടെ, TV ആവട്ടെ, TV പ്രോഗ്രാം കാണുമ്പോൾ പെട്ടെന്ന് സിഗരറ്റിൻ്റെ സംഭവം എന്നാൽ താഴെ ഇങ്ങനെ എഴുതി കാണിക്കുക. അത് നിർബന്ധമാണ്. അത് പിന്നെ സെൻസർ ബോർഡ് അങ്ങനെ ചെയ്യണം എന്നാണ്. ഇല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം അനുവദിക്കൂല, കാണാൻ സമ്മതിക്കൂല. സിഗരറ്റ് ആണെങ്കിൽ ഇനിയിപ്പോൾ മദ്യപാനാണെങ്കിൽ താഴെ എഴുതി കാണിക്കും എന്ത്? ഇറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, എന്താണ്, കുട്ടികൾക്ക് ഇതൊക്കെ നിരോധിച്ചതാണെന്ന് എഴുതി കാണിക്കും. അപ്പം അതേപോലെ പുകമുറക്കപ്പുറം എന്നുള്ളത് ഒരു സിഗരറ്റിന്റെ ഫോട്ടോ വെച്ചൊരു ഇൻഡു മാർക്കാണ്. കാരണം സിഗരറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് ഈ ഒരു പിന്നെ കഥയിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഈ പുകമുറക്കപ്പുറം എന്നുള്ള കഥ പറയുന്നത് പ്രധാനമായും ക്യാൻസർ രോഗം, ഒരു ക്യാൻസർ രോഗബാധിതനായ മനോജ് എന്നൊരു കഥാപാത്രം, അദ്ദേഹത്തിന് ക്യാൻസർ വരുന്നതും അദ്ദേഹം അത് അതിജീവിക്കുന്നത്, അദ്ദേഹം അത് പെട്ടെന്ന് ആദ്യ ഷോക്ക് കൊണ്ട് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പം അദ്ദേഹത്തിന് ഒരു മാനസിക വിഭ്രാന്തി, ഒരു പ്രശ്നങ്ങൾ, ക്യാൻസർ ബാധിതർ ഈ ലോകത്ത് വളർന്നു വരുന്നത്, പാരൻസ് മക്കളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കുട്ടികൾ ലഹരിയിലേക്ക് അടിമപ്പെടുന്നത് എന്നുള്ളതൊക്കെ കുറേ വിശകലനം പുകമറക്കപ്പുറം എന്ന പാഠം നൽകുന്ന സന്ദേശം. അതായത് കുട്ടികളെ നന്നായി വളർത്തുക, ലഹരിക്ക് അടിമപ്പെടാതെ ശ്രദ്ധിക്കുക, കുട്ടികൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളും ശ്രദ്ധിക്കുക എന്ന്. ഇപ്പം ഇതിൽ പറയുന്നത് പൊതുവെയാണ്, അതാണ് നമുക്ക് നൽകുന്ന സന്ദേശം. പൊതുവെ ഈ ഒരു കഥയിൽ പറയുന്ന കണ്ടന്റ് മനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. മനോജിന് ഈ ഒരു രോഗം വരുന്നതും മനോജ് പെട്ടെന്ന് ഈ ഒരു രോഗത്തോട് ചലഞ്ച് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നു. അങ്ങനത്തെ മനോജ് ഡോക്ടറാണ്, മനോജിൻ്റെ അമ്മ ഡോക്ടറാണ്. എന്നിട്ടും ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രശ്നങ്ങളും അതൊക്കെ എനിക്ക് പറയുന്നു കേട്ടോ. മിസ് ഒന്ന് വായിക്കാം. ആധുനിക ജീവിതശൈലിയുടെ ബാക്കി പത്രം എന്നും അടുക്കാൻ വിധി വൈപരീത്യവും മുദ്ര കുത്തപ്പെടുന്ന ക്യാൻസർ ബാധിതയെ മരണത്തിനുള്ള
കൈ കൊടുക്കലായോ തിരിഞ്ഞുപോക്കില്ലാത്ത ഭയാനകമായ ആത്യന്തികമായ ഒരു പ്രശ്നം പോലെ നമ്മൾ കാണുന്നവരാണ് നമ്മളെല്ലാം. ഓക്കെ, അപ്പോൾ പാഠം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുകമേഖറക്കപ്പുറം ഡോക്ടർ VP ഗംഗാധരൻ പിന്നെ എൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ താൻ അരുതാത്തെന്നെന്തോ പറഞ്ഞതുപോലെ എന്നെ നോക്കുന്നു. വേഗത്തിൽ കറങ്ങുന്ന ഫാനിന് കീഴിൽ അവർ വിറയ്ക്കുന്നു. അപ്പോൾ ഒരു പേഷ്യൻറ്റും രോഗിയും തമ്മിലുള്ളതാണ് ചിത്രം തുടങ്ങുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ, റിസൾട്ടൊക്കെ നിങ്ങൾ ഒന്നും കൂടി വെരിഫൈ ചെയ്യൂ. സംതിങ് റോങ് ഇൻ സംവെയർ, എവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടാവും, നിങ്ങൾ ഒന്നും കൂടി റിസൾട്ട് ചെക്ക് ചെയ്യൂ. എനിക്ക് അങ്ങനെ ഒരു രോഗം വരേണ്ടതില്ലല്ലോ എന്നൊരു പേഷ്യൻറ്റ് ഡോക്ടറോട് സംസാരിക്കുന്നതോടുകൂടെ ഇത് തുടങ്ങുന്നത് കേട്ടോ. റിപ്പോർട്ടുകളെല്ലാം എൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്നു. അതൊക്കെ ഞാൻ അവർക്ക് വായിക്കാൻ കൊടുത്തതാണ്. അവർ ഡോക്ടറാണ്, എന്നേക്കാൾ സീനിയറായ ഡോക്ടർ, എന്നിട്ട് അവർ സംശയിക്കുന്നു. അപ്പോൾ ഈ ക്യാൻസർ ആണെന്ന് പറയുന്ന വ്യക്തി ഒരു ഡോക്ടറാണ്, സീനിയറാണ്, ഡോക്ടറാണ്. എങ്കിലും ഞാൻ പറഞ്ഞതെന്താ ഇവർക്ക് മനസ്സിലാവാത്ത എന്നാണ് VP ഗംഗാധരൻ എന്ന് പറയുന്ന അദ്ദേഹം സ്വയം വിലയിരുത്തുന്ന ഒരു പാഠഭാഗമാണ്. അവന് പനിയാണ് ഡോക്ടർ, കുറേ നാളെ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അവർ രോഗം ഏറെക്കുറെ ഡയഗ്നോസ് ചെയ്തതായിരുന്നു. എവിടേക്കൊന്നും സംശയം തോന്നിയത് കൊണ്ട് ഇവിടേക്ക് റെഫർ ചെയ്തത്. അങ്ങനെ അവർ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. പറയുന്ന വാക്കുകൾ കൂടുതൽ കരുത്ത് കിട്ടാതെ കസയുടെ പിറകിൽ അവർ കൈകൾ ഇടക്ക് വിറയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കും, ഒരു പക്ഷേ പനി പിന്നെ അവിടെ മനസ്സിൻ്റെ നില എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സങ്കടം പിടിക്കുന്ന നെഞ്ച് എനിക്ക് കേൾക്കാം. ഒറ്റ മകനാണ്,